ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച മലങ്കര സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. മലയാളി ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിതെന്നും പ്രളയത്തിന് ജാതിയും മതവും ഇല്ലെന്നും കാതോലിക്ക ബാവ പറഞ്ഞു. ജലാശയങ്ങളിലെ മണ്ണും ചെളിയും അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും കാതോലിക്ക ബാവ ആവശ്യപ്പെട്ടു. ഷിജോ കുര്യനുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ഷിജോ പറയും. GK പത്തനംതിട്ട റാന്നി പെരുന്നാട് മടത്തുമുടിയിലുള്ള ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കാൻ വേണ്ടിയാണ് ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായിട്ടുള്ള ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പത്തനംതിട്ട ജില്ലയിലെത്തിയത്. അവിടെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശനത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞത് മലയാളികൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമയമാണ്. പ്രളയത്തിന് ജാതിയോ മതമോ ഒന്നും തന്നെ ഇല്ല, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. രാജേഷ് ഉണ്ടായതുപോലെയുള്ള ഒരു ദുരന്തം ഇനി മറ്റൊരാൾക്കും ഉണ്ടാവാൻ പാടില്ല. ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി എല്ലാവരും ഇതിന് ഇറങ്ങണം എന്നുള്ള കാര്യങ്ങൾ കൂടി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പറയുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന മണ്ണും ചെളിയും, അതായത് കഴിഞ്ഞ 2018 പ്രളയത്തിന് ശേഷം ഈ നമ്മുടെ ജലാശയങ്ങളിൽ അടിഞ്ഞിട്ടുള്ള മണ്ണും ചെളിയും അടിയന്തരമായിട്ട് അത് മാറ്റണം. അത് മാറ്റാതെ മറ്റു ഒരു കാര്യങ്ങളും ഇനി ചെയ്യാൻ പാടില്ല. അത് അടിയന്തരമായിട്ട് ചെയ്യണം. അടുത്ത പ്രളയം വരെ ഇനി അതിനുവേണ്ടി കാത്തിരിക്കരുത്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുരന്തം ഉണ്ടാകുന്നവരെ അത് വെച്ചുകൊണ്ടിരിക്കരുത്. ഇപ്പോഴത്തെ ഇതിന്റെ പശ്ചാത്തലത്തിൽ എത്രയും പെട്ടെന്ന് ജലാശയങ്ങളിൽ നിന്ന് ഈ പറയുന്ന ചെളിയും മണ്ണും നീക്കം ചെയ്യണം. എല്ലാം ഈ പറയുന്ന വാഗ്ദാനങ്ങൾ മാത്രമാകരുത്. എല്ലാ കാര്യങ്ങളും പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ള ഒരു കാര്യങ്ങൾ കൂടി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പറയുകയും ചെയ്തിട്ടുണ്ട്. GK ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.